കച്ചവടക്കാരുടെ അവസാന പ്രതീക്ഷയായിട്ടുള്ള ദിവസമാണ്. കച്ചവടക്കാരുടെ ഭാഗം ക്ലിയറാണ്. അവർ പരമാവധി കന്ന് വാങ്ങി കസ്റ്റമേഴ്സിന് മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പോത്തുകളുടെ ഏരിയയാണ്. ചട്ടിപ്പറമ്പ് ചന്തയിലാണ് അന്ന് 1-ാം തീയതി. 7-ാം തീയതി പെരുന്നാളാണ്. അപ്പോൾ അവസാന പെരുന്നാൾ ചന്തയാണ്. കന്നുകൾ ഇഷ്ടം പോലെയാണ്. ചളിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ എങ്കിലും ചട്ടിപ്പറമ്പ് വന്നാൽ ഏത് തരം ഏത് വിലയിലുള്ള ഏത് കാറ്റഗറിയിലുള്ള കന്നുകളെ കിട്ടും എന്നുള്ളതാണ് ഉറപ്പ്. പൊന്തിച്ച് കാണിക്കാം. ആളുകൾക്ക് നടക്കാൻ ഗ്യാപ്പില്ലാത്ത രീതിയിൽ കന്ന് നിറഞ്ഞിട്ടുണ്ട്. ഓട്ടൊക്കെ തട്ടിക്കൂട്ടി ഇത് വലിയ പോത്ത്. അതിൽ 4-5 കിൻഡലുണ്ടാണ്. ഇതൊക്കെ ആളുകൾ വേറെ. ഒക്കെ വലിയ കിൻഡലുകൾ, വലിയ വിലയുള്ള സാധനങ്ങൾ. ഞാൻ പറഞ്ഞു, ചെറിയ പൊടിക്കുട്ടികൾ മുതൽ വലിയ കാളകൾ വരെ, വലിയ കന്നുകൾ വരെ കച്ചവടക്കാർ റെഡിയാക്കിയിട്ടുണ്ട്. ചട്ടിപ്പറമ്പ് ചന്തൻ്റെ പെരുന്നാൾ ചന്തയുടെ കാഴ്ചയാണ് കാണുന്നത്. സീമക്കാളുകൾ വേറെ, സീമക്കാളുകൾ. വാങ്ങുന്നു, വിൽക്കുന്നു, വണ്ടി കയറ്റുന്നു, വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു, എല്ലാം ഒരുമിച്ചാണ്. ഇഷ്ടംപോലെ സ്ഥലം. എത്രയാണോ ചട്ടിപ്പറമ്പ് ചന്തയുള്ളത് അത് ഫുള്ള് നിറഞ്ഞാണ്. നല്ലൊരു മഴക്കോളുണ്ട്. എങ്കിലും പെരുന്നാൾ ചന്ത എന്നുള്ള നിലക്ക് ആളുകൾ പ്രതീക്ഷ വിടാതെ കച്ചവടക്കാർ വെയിറ്റിങ്ങിലാണ്. മേലക്ക് രണ്ടെണ്ണം ഞാനും അബ്ദുള്ള പെരുന്നാൾ കാളകൾ. വണ്ടി കയറ്റലുകൾ.
അത് കാളകളുടെ അത് മൂരികളുടെയൊക്കെ ഏരിയ. ചെറിയ ഐറ്റം. അതിൻ്റെ തൊട്ട് മേലെ രാമൂരൻ ടീമുണ്ട്. അതൊക്കെ മേലെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും ടോപ്പേഴ്സ്. അങ്ങനെ തരം തിരിച്ച് വെച്ചേക്കുക. സാധാരണ ഇതൊക്കെ ഒരു 50ൻ്റെ ചുവടായിട്ടും ഇത് 60-70 ഇടയിലായിട്ടും അങ്ങനെ കയറി വരും. ലാസ്റ്റിക്ക് എത്തുമ്പോഴേക്ക് 1,00,000 1,00,000 മേലുള്ള കന്നുകളാണ്. അത് നല്ല തൂക്കം ഉണ്ടാവും. 4 കിൻഡൽ അതിൻ്റെ മേലെ, 3.5 കിൻഡൽ അതിൻ്റെ മേലെ, അങ്ങനെയുള്ള തൂക്കമുണ്ടാവും. മൊത്തത്തിലുള്ള പെരുന്നാൾ ചന്തയാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടത്തിൻ്റെ ഭാഗത്തുനിന്ന്, കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് പരമാവധി ഒരു നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചന്തയുടെ ഒരു മേൽഭാഗം മാത്രമാണ്. ഇനി വണ്ടീൻ്റെ പിന്നിൽ അപ്പുറത്ത് വേറെ ഉണ്ട്. ആറ്റത്ത് ആടുണ്ട്. കന്ന് കൊടുന്ന വലിയ ലോറി. മല്ലന്മാരുടെ ബാക്ക് സൈഡ് എന്തായാലും ഒക്കെ ഒരു 3, 3.5, 4 കിൻഡൽ ഉണ്ടാവും. അതിൻ്റെ മേലൊക്കെ നോക്കിയാൽ മതി. വലിയൊരു കാളയെ വണ്ടി കയറ്റാണ്ട് അപ്പോഴാണ് കൊണ്ടുവരണം. വേറെ ആളെ കയറ്റണം. കന്നുകൾ വാങ്ങി മാറ്റി കെട്ടിയതാണത്. ആ പോകുന്നതൊക്കെ കന്നുകൾ വാങ്ങി തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അപൂർവം ചിലർ കച്ചവടം വേണ്ട മതിയാക്കി പോകുന്നവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വാങ്ങിപ്പോകുന്നവർ.